അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട്. ദ തിയറി ഓഫ് മാൻ, മനുഷ്യൻ്റെ ഉൽപ്പത്തി. എങ്ങനെയാണ് മനുഷ്യൻ്റെ രൂപകൽപ്പന സർവശക്തനായ അള്ളാഹു അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ യഹോവ നിർവഹിച്ചിട്ടുള്ളത്? അത് മതപരമായും ശാസ്ത്രീയവുമായി എൻ്റെ കണ്ടെത്തലുകൾ ഇൻഷാ അല്ലാഹ്. മനുഷ്യനെ ആദമിൽ നിന്നും നാം സൃഷ്ടിച്ചു. ആദമിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ചു. അതിനുശേഷം പിന്നീട് മനുഷ്യകുലത്തെ നാം ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിലനിർത്തിപ്പോരുന്നു. ഇതാണ് ഗ്രന്ഥങ്ങളിലൂടെയുള്ള ദൈവീകമായ കണ്ടെത്തൽ. എന്നാൽ ഇതിന് വിപരീതമായി പല സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദ തിയറി ഓഫ് ഡാർവിൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ദൈവത്തിന് വിപരീതമായ ഒരു തിയറി, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് വിപരീതമായ ഒരു തിയറി. ഈ ഡാർവിൻ അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. ആ സഞ്ചാരിയായ അദ്ദേഹം തൻ്റെ പായ്ക്കപ്പലിലൂടെ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് യാത്ര ചെയ്തു. അതിനിടക്ക് വൈവിധ്യങ്ങളായ രൂപമുള്ള കുരങ്ങന്മാരെ കണ്ടു. ഈ ജീവി മനുഷ്യനുമായി വളരെ സാദൃശ്യമുണ്ട്. മുലയൂട്ടൽ മുതൽ ഭക്ഷണം കൊടുക്കലിൽ വരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് കാണാൻ കഴിയും. എന്നാൽ ഈ ജീവിയുടെ രൂപാന്തരപ്പെട്ട് മനുഷ്യനുണ്ടായി. അതിന് പിന്നീട് തലച്ചോറ് വളരുകയും പിന്നീട് ചിന്തിക്കുവാനുള്ള ശേഷിയുണ്ടായി എന്ന ഒരു സിദ്ധാന്തം തികച്ചും തെറ്റാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ക്രിയ, ഒരു ജീവജാലത്തെ നിർമ്മിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ചിത്രം ഉണ്ടാക്കും. അതിന് പ്രപഞ്ചമാവട്ടെ, സൂര്യനാവട്ടെ, ഭൂമിയാവട്ടെ, ആകാശമാവട്ടെ, ഗോളങ്ങളാവട്ടെ, എന്തുമാവട്ടെ, നാമും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്നാൽ നമുക്കതിലേക്ക് ജീവൻ നൽകുവാനുള്ള സംവിധാനമില്ല, അതിന് കഴിയുകയുമില്ല. അത്തരം ഒരു കണ്ടുപിടുത്തത്തെ അള്ളാഹു ഒരു കാരണവശാലും നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ അവൻ ഒരു കാരണവശാലും സമ്മതിക്കുകയുമില്ല. ഇത് ആദ്യം ജീവജാലങ്ങളിൽ ഏറ്റവും ഉന്നതമായ മനുഷ്യ വിഭാഗം മനസ്സിലാക്കുക. അത്തരം ഒരു ചിന്താശക്തിയെയും കഴിവിനെയും അഥവാ ഒരാൾ നേടാൻ ശ്രമിച്ചാൽ അവനെ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ തന്നെ ചെയ്യും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പിന്നെ ശാസ്ത്രീയമായി എങ്ങനെയാണ് ഈ മനുഷ്യനെ രൂപകൽപ്പന ചെയ്തത്? ഖുർആനിൽ പറയുന്നു, ഞാൻ കളിമണ്ണിൽ നിന്നും ഒരു ശില്പമുണ്ടാക്കി. ആ ശില്പത്തിലേക്ക് ശില്പിയായ ആ വലിയ കലാകാരൻ, ആ ശാസ്ത്രജ്ഞൻ, അള്ളാഹു അതിലേക്ക് റൂഹ് അഥവാ ആത്മാവിനെ പ്രവേശിപ്പിച്ചു. അതിന് ജീവനുണ്ടായി. മനുഷ്യരായ നാം തന്നെ ഒരു യന്ത്രം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ എല്ലാം തയ്യാറാക്കി എൻജിൻ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കുള്ള എനർജി എന്താണോ അത് നൽകി സ്റ്റാർട്ടാക്കുമ്പോൾ അത് മൂവാകുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംവിധാനവും. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ ഫയക്കൂൻ എന്ന ഒരു വാക്കുണ്ട്. എന്നാൽ
കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞത് കൊണ്ടൊരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നില്ല. അതൊരു ഉദാഹരണം മാത്രമായിട്ടാണ് പറയുന്നത്. കാരണം കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രപഞ്ചം 6 ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ, സൂര്യൻ 2 ദിവസം കൊണ്ട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ കുൻ ഫയക്കൂൻ അവിടെ എന്തല്ല, യാഥാർത്ഥ്യമല്ല. പക്ഷേ അത് നാം ഉദാഹരണമായി കാണണം. ഏതുപോലെ ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ ഒരു വർഷമെടുക്കുമ്പോൾ പക്ഷേ ഒരു ഭരണാധികാരികൾക്ക് 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ ആ കാര്യം ചെയ്യാൻ കഴിയും. ആ നിലക്ക് അതിനെ കാണുക. അതാണ് കുൻ ഫയക്കൂൻ. ഇനി ശാസ്ത്രീയമായി മനുഷ്യൻ്റെ രൂപകൽപ്പന. ഈ ശില്പിയായ അള്ളാഹു ഈ ശില്പത്തിലേക്ക് റൂഹിനെ ഊതുകയും ആ ശാസ്ത്രീയ സാങ്കേതിക വിദ്യ മൂലം ഈ ജീവിക്ക് ജീവനുണ്ടാവുകയും അത് പ്രപഞ്ചത്തിൽ ജീവനോടുകൂടെ ജീവിക്കുന്നു. പിന്നീട് അവർ ലൈംഗികമായി ബന്ധപ്പെട്ട് അതിലൂടെ അവരുടെ സന്താന പരമ്പര നിലനിൽക്കുന്നു. അങ്ങനെ ആദമിൻ്റെ പരമ്പര ഇന്ന് വരെ നിലനിൽക്കുന്നു. ലോകാവസാനം വരെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് സത്യമാണ്. ഇത് ശാസ്ത്രമാണ്. ഇങ്ങനെയാണ് ശാസ്ത്രത്തെ നാം കാണേണ്ടത്. സത്യത്തിനും നീതിക്കും ദൈവികതയ്ക്കും എതിരായി വരുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളെല്ലാം തകർന്നടിയും. അത് അസത്യമാവും. അത് ദൈവികമില്ലായ്മ വരും. എന്നാൽ മഹാനായ ന്യൂട്ടൺ കണ്ടെത്തിയ ഊർജ സിദ്ധാന്തങ്ങളെല്ലാം ദൈവികമാണ്. അതുകൊണ്ട് തന്നെ അത് ലോകാവസാനം വരെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺ ലോകാവസാനം വരെ വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. കാരണം ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ വരുത്തിത്തരാം. ആപ്പിൾ തലയിലേക്ക് വീഴുന്നു. ആ ആപ്പിൾ വീഴുന്ന ഒരു സംവിധാനം അഥവാ ഗ്രാവിറ്റി ഫോഴ്സ് ന്യൂട്ടൺ ഉണ്ടാക്കിയതല്ല, അത് ദൈവികമാണ്. മനുഷ്യകുലത്തിനും ജീവജാലങ്ങൾക്കും നിശ്ചിത അകലത്തിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളെയും താഴേക്ക് വീണ് അത് ഭക്ഷിക്കാനും അത് കൈക്കലാക്കാനും അത് ഉപകരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അത് വെള്ളമായിക്കോട്ടെ. ഇത് കണ്ടെത്തിയ ആളാണ് ന്യൂട്ടൺ. പക്ഷേ ഇതിൻ്റെ ശില്പി അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റർ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യം ലോകത്ത് പറഞ്ഞു തന്ന ന്യൂട്ടൺ വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. ഈ സിദ്ധാന്തം ഒരു കാരണവശാലും മാറ്റപ്പെടുകയുമില്ല, മാറുകയുമില്ല. ഇങ്ങനെയാണ് ശാസ്ത്രത്തെ നാം കണ്ടെത്തേണ്ടത്. ഇനി വേറെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഭൂമികുലത്തിൽ മനുഷ്യരുടെ വികാസമുണ്ടാവുകയും ഭൂമിക്ക് വികാസമില്ലാതെ വരികയും അങ്ങനെ മനുഷ്യർ ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ലോകത്തിന് മൊത്തം താങ്ങാൻ പറ്റില്ല. അവർക്ക് വേണ്ട വിഭവസമാഹാരങ്ങളൊന്നും പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുവാനുള്ള ശേഷി ഉണ്ടാവില്ല എന്ന് കണ്ടെത്തി പഴയകാല യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരും ഭരണകർത്താക്കളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു തിയറി കൊണ്ടുവന്നു, ഫാമിലി പ്ലാനിങ്. അത് പൂർണ്ണമായും തെറ്റായിരുന്നു. അത് പിന്നീട് ആ രാജ്യത്ത് വലിയ ജനക്ഷാമം ഉണ്ടാക്കുകയും തൊഴിലെടുക്കുവാൻ ആളെ കിട്ടാതെയാവുകയും 2 വൃദ്ധർക്ക് ഒരു യുവാവ് എന്ന നിലക്ക് രാജ്യം ഒരു വയോവൃദ്ധരുടെ രാജ്യമാവുകയും പുതിയ കൺസെഷനോ പുതിയ ഒന്നും രാജ്യത്ത് ഇല്ലാതെ വരികയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അല്ലെങ്കിൽ അവർക്ക് സഹായത്തിന് ആളുകൾ ഇല്ലാതെ വന്നപ്പോൾ അവർ പിന്നീട് മൈഗ്രേഷൻ എന്ന ഓമനപ്പേരിൽ പുറത്തുനിൽ നിന്നും ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും ആളുകളെ തേടി എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഫ്രീ നൽകിക്കൊണ്ട് അവർ അവിടെ കുടിയേറ്റക്കാരായി വാഴ്ത്തപ്പെടേണ്ടി വന്നു. ഈ സിദ്ധാന്തവും തെറ്റായിരുന്നു എന്ന് അവർക്കും ഭരണകർത്താക്കൾക്കും പിന്നീട് ഈ സിദ്ധാന്തം മാറ്റേണ്ടി വന്നു. അങ്ങനെ മനുഷ്യരുണ്ടാക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളും ദൈവികമാണെങ്കിൽ അത് നിലനിൽക്കും, അത് സത്യമാണെങ്കിൽ നിലനിൽക്കും, അല്ലാത്തത് തഴയപ്പെടേണ്ടി വരിക തന്നെ ചെയ്യും. ഈ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക.
ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. ഇതാണ് ശരിയായ രീതി. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു സൃഷ്ടിപ്പിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നാം ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാക്കി, ഒരു രേഖയുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ചിത്രമുണ്ടാക്കി ഒരു പ്രിൻറ്റിംഗ് മെഷീനിലേക്ക് വെക്കുന്നത് പോലെ വെച്ച് 1000 എന്നടിച്ചു കഴിഞ്ഞാൽ ആ 1000 പ്രിൻ്റ് ഔട്ടുകൾ ഉണ്ടാവുകയും അതിന് ജീവൻ നൽകുകയും ആ ജീവി ഭൂമിയിൽ പരക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അള്ളാഹു ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു ജീവിയിൽ നിന്നും ക്രമാതീതമായി മാറി മാറി മറ്റൊരു ജീവി ഉണ്ടാക്കേണ്ട ഒരാവശ്യം അള്ളാഹുവിനില്ല എന്ന് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.